ഇന്നത്തെ കാലത്ത് ലിവിംഗ് ടുഗദറിന്റെ കാലം അങ്ങനെയില്ല, അങ്ങനെ പറയുന്നതാണ് വീണ്ടും വീണ്ടും കുഴപ്പം. ഭാരതീയ ജ്യോതിഷനെ സൂക്ഷ്മമാണെങ്കിൽ ഒരു ജൂതൻ വന്ന് പഠിക്കേണ്ടിയിരിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ സോഫ്റ്റ്വെയറുകൾ ഇതിനെ സഹായിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറുകൾ അല്ല വേണ്ട. അതേസമയത്ത് യൂറോപ്യൻ ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് കേൾക്കുന്നത് എങ്ങനെ, അവര് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ചോദ്യത്തിന് ഒരു സാധ്യത കണ്ടേക്കാം, ഇത്ര വരെ ഉള്ളൂ. ഇംഗ്ലീഷിലുള്ള വീഡിയോ ഒക്കെ കണ്ടപ്പോ ആടലോടകം ചോദിച്ചാൽ പിന്നെ നാക്കൊന്നിനും ആടലോടകം കണ്ടിട്ട് വർഷങ്ങൾ കുറയായി. 2023, 24, 25 ഇതെന്തിന്റെയെങ്കിലും മാരകമായ സൂചനയാണോ? എനിക്ക് എൻ്റെ ഒരു അനുഭവ സമ്പത്ത് നോക്കുമ്പോൾ ധ്യാനമാണ് അവിടെ ഒരു മുഖ്യ ഘടകമായിട്ട് വരുന്നത്. പിന്നെ ഓരോ കാലയളവിൽ രതിയുടെ സ്വഭാവം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ഇന്നത്തെ കാലത്ത് ലിവിംഗ് ടുഗദറിന്റെ കാലഘട്ടമാണ്. 2-3 വർഷമായി ലിവിംഗ് ടുഗദറിൽ ജീവിക്കുകയും അവർ തമ്മിൽ ശാരീരികമായ എല്ലാ ബന്ധങ്ങളും ഉണ്ടായിട്ട് അവർ യാത്ര പറഞ്ഞു പോകും. ഇല്ല, അവസാനം ജ്യോതിഷന്റെ അടുത്ത് ചെല്ലുമ്പോ ഇവര് തമ്മിൽ ചേരില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പൊരുത്തങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്. അതൊക്കെ വേറൊരു കാര്യമുണ്ട്. നമ്മളൊരു ജ്യോതിഷം ഒരു ഉന്നതമായ വിഷയമാണ് ഉറപ്പായും. പക്ഷെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവര് ജ്യോതിഷത്തിന്റെ അതീവ സൂക്ഷ്മതയിലെ വക്താക്കളാണോ എന്ന് കൂടി പലപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ പഠിക്കുന്നു, വീണ്ടും ജ്യോതിഷം ഒരിക്കലും പൂർണ്ണമായി പഠിക്കാൻ പറ്റാത്തൊരു ശാസ്ത്രം. അങ്ങനെയില്ല, അങ്ങനെ പറയുന്നതാണ് വീണ്ടും വീണ്ടും കുഴപ്പം. ഞാൻ എപ്പോഴും പറയും ജ്യോതിഷത്തിന്റെ സൂക്ഷ്മതയിലേക്ക്, ഭാരതീയ ജ്യോതിഷനെ സൂക്ഷ്മമാണെങ്കിൽ ഒരു ജൂതൻ വന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഭാരതീയ ആയുർവേദം ഇനിയും സൂക്ഷ്മതയിലേക്ക് പോകണമെങ്കിൽ ഒരു ജൂതൻ വന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഇതുപോലുള്ള നിയമങ്ങളാ, നിലപാടുകളാ. ജ്യോതിഷം പഠിച്ചാൽ തീരത്തില്ല, അപ്പൊ പിന്നെ പഠനം നിന്നു. ഞാനത് പറയാനുള്ള കാരണം ജ്യോതിഷം അല്ല, ഇത് താങ്കളുടെ വാക്കല്ലായിട്ടല്ല പറഞ്ഞ, ജനം പറയുക പറയല്ല. ഞാനത് പറയാനുള്ള കാരണം ജ്യോതിഷം ഗണിക്കുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങളും സമയവും വെച്ചിട്ടാണെങ്കിൽ അത് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഗ്രഹങ്ങളുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കും. അത്രയും നമ്മളും മാറണം, അത്രയും സൂക്ഷ്മതയിലേക്ക്. അപ്പൊ നമുക്ക് ഓരോ മാറ്റത്തിനനുസരിച്ച് നമ്മൾ കണക്കുകൂട്ടൽ മാറണം, പഠിച്ചു തീർക്കാൻ പറ്റാത്ത ഒന്നായി മാറും. അതെ, അല്ല, ആ അപ്ഡേഷൻസ് ഇല്ല. നമ്മള് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത് നിൽക്കണ്ടേ, വളരെ വിദൂരത്തിൽ പോയി നിൽക്കുക രണ്ടു കൂട്ടരും. ഇന്നത്തെ സാഹചര്യത്തിൽ സോഫ്റ്റ്വെയറുകൾ ഇതിനെ സഹായിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറുകൾ അല്ല വേണ്ടത്, വ്യക്തിയുടെ സൂക്ഷ്മത. കാരണം ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ട് തന്നെയുണ്ട്, ഇത് ഭാരതവുമല്ല, ഇത് ഭാരതീയരുമല്ല. കാരണം ആ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അല്ല. ഈ വേദകാലഘട്ടത്തിലെ ഒരു ചണ്ടാളിനും തുല്യമാണ് ഇന്നത്തെ മഹാപണ്ഡിതൻ. അത്രയും തരം താണ് പോയി നമ്മൾ. കാരണം ശൂന്യാകാശത്തിലെ ഗ്രഹങ്ങളെ നോക്കിയിട്ട് ഇപ്പൊ ആചാര്യ ഭാസ്കരൻ തന്നെ പ്രഭാസ തീർത്ഥത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് ചൊവ്വയിലെ രശ്മികൾ ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നത് നഗ്നനേത്രം കൊണ്ട് കണക്കുകൂട്ടി. ഇപ്പൊ സംഗ്രാമ മാധവൻ ഈ ഇരിങ്ങാലക്കുടയിലോ മറ്റോ ജീവിച്ചിരുന്നല്ലേ, ഇങ്ങനെയുള്ളവരൊക്കെ കണക്കുകൂട്ടിയത് ശൂന്യതയിലേക്ക് നോക്കി ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണെങ്കിൽ നമുക്കിപ്പോ എത്രയോ ടെലിസ്കോപ്പുകളും ഒക്കെ വേണ്ടി വരുന്നു, എന്നിട്ട് പൂർണ്ണതയില്ലല്ലോ. ഇപ്പൊ 365.268 ദിവസം ഒന്ന് കണക്കുകൂട്ടി വെച്ചിരുന്നത് ഭാരത് ഇന്റലിജൻസ് എന്ന് ഞാൻ അതിനെ വിളിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബദലാണത്. അപ്പൊ അത് നമ്മളിങ്ങനെ പുകഴ്ത്താനേ ഒക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ പഠിച്ചവരെല്ലാം ഞാൻ പൂർണ്ണനാണെന്ന് ഭാവിച്ചിരിക്കുന്നു. മുമ്പൊക്കെ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, പണ്ടൊക്കെ ഞാൻ പല വേദികളിലൊക്കെ പോകും, പല ജ്യോത്സ്യന്മാരും ഇങ്ങനെ സടകുടഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇവരായിരിക്കും ശുക്രനെ ശനിയെ കറക്കിയിട്ട് വരുന്നവരെന്ന്. എന്ന് വെച്ചാൽ ഭ്രമണം ചെയ്യിപ്പിച്ച അതേ ഭാവത്തിലല്ലേ വരുന്നേ. ഈ പ്രപഞ്ചത്തില്, ഈ സൗരയൂഥത്തിലെ ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിലെ ഒരു കൊച്ചു ദേശത്ത് ഒരു കൊച്ചു കടുകുമണിയായിട്ട് നമ്മൾ ഇരിക്കുകയല്ലേ. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ പ്രാപഞ്ചികോളം പോലും ഇല്ല. പ്രാപഞ്ചിക അവബോധത്തിൽ നമ്മൾ എന്താണ്? അപ്പൊ ആ ഒരു ചിന്ത, ഇവരുടെ ഭാവം, ചിരികള്, അവരുടെ എക്സ്പ്രഷൻസ്. ഇപ്പൊ കൊറോണ വന്നപ്പോ ഡോക്ടർമാർ അഭിപ്രായം പറഞ്ഞല്ലേ, ഓരോ ഡോക്ടർമാർ വന്നിട്ട് ഈ ചോദ്യകർത്താക്കന്മാരോട് പറയുന്നത് അങ്ങനെ അടിച്ച് ഉറപ്പിച്ചു പറയാം, അങ്ങനെ വരില്ല, അങ്ങനെയുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കുകയോ, ഇത് ഇയാൾ പോയി കൊറോണയോട് സംസാരിച്ചിട്ട് വന്നിരിക്കുകയാണോ എന്തോന്ന്. അതേസമയത്ത് യൂറോപ്യൻ ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് കേൾക്കുന്നത് എങ്ങനെ, അവര് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ചോദ്യത്തിന് ഒരു സാധ്യത കണ്ടേക്കാം, ഇത്ര വരെ ഉള്ളൂ. ഇംഗ്ലീഷിലുള്ള വീഡിയോ ഒക്കെ കണ്ടപ്പോ ഇത്ര വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അവർക്കൊരു വിനയമുണ്ട്. അവർ ചിന്തിക്കുമോ ശരിക്കും അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? ഇവരങ്ങനെയല്ല, അവര് പറഞ്ഞു വെച്ചതാ ഇവരെ ഏറ്റു പറയുന്നത്, ഇവിടുത്തെ ഡോക്ടർമാർ. പക്ഷെ ഇത് അവസാന വാക്കായിട്ട് പറഞ്ഞ് ചോദിക്കുന്ന ഒരാളിനെ അങ്ങനെ നികൃഷ്ടനാക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊരു എക്സ്പ്രഷൻ, അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ വിചാരിക്കും കൊറോണയോട് നേരിട്ട് പോയി സംസാരിച്ചിട്ട് വന്നിരിക്കുകയായിരിക്കും ഇവരത്. ആ ലെവലിലാണ് ഇവിടുത്തെ പോക്ക്. അപ്പം ഞാനതിന്റെ തളതൊട്ടപ്പനാണ് എന്നൊരു ചിന്ത വരുമ്പോഴാണ് ഈ വിഷയം. അപ്പൊ ഇപ്പൊ ഒരു 3 വർഷം, താങ്കൾ ചോദിച്ചതിന്റെ ഉത്തരവ് അതാണ്. 3 വർഷം ഒരാള് ലിവിങ് ടുഗദർ കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോൾ അവർ തമ്മിൽ ചേരുകയില്ല എന്ന് പറഞ്ഞ് ജോലിസിനും പകൽ കിടന്നുറങ്ങുക, കുറച്ച് പഠിച്ചിട്ട് ഭാര്യയും മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുക, കയ്യിലെ കാശ് കൊണ്ട് വൈകിട്ട് ചിലപ്പോൾ സിനിമയ്ക്കാണത്. അങ്ങനെയല്ല ജീവിതം ഒരു ജോലിസിന്റെ ഒക്കെ വേണ്ടത്, അല്ലെങ്കിൽ ഒരു വേദാന്തിയുടെ വേണ്ടത്. നമ്മൾ മൈക്രോ സെക്കൻഡ്സിൽ ജീവിക്കണം, അത്ര ജാഗ്രതയോടുകൂടി ജീവിക്കണം, ആ ജീവിതത്തിനെ ഇഷ്ടപ്പെടുന്നവനായിരിക്കണം. ഇന്നലത്തെ ജീവിതം ഇന്ന് ഞാൻ നയിക്കാൻ പാടില്ല, ഇന്നത്തെ ജീവിതശൈലി ഞാൻ നാളെ തുടരാൻ പാടില്ല.
എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം ഞാൻ തന്നെ എന്നാണ് എൻ്റെ പക്ഷം. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എവിടെയാണ് നമുക്ക് മയങ്ങാൻ? ഇപ്പൊ ചില വൈദ്യശാലകളുടെ മുമ്പിലൂടെ ഞാൻ കാറിൽ പോകുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വരികയാണെങ്കിൽ ഞാൻ പറയാം കൂട്ടിരിക്കുന്നത് നോക്കി ആ ആയുർവേദ ഡോക്ടർമാരെല്ലാം ഇരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കുക, ഇങ്ങനെ നിരാശപ്പെട്ടുമൊക്കെ. ക്ലയന്റ് വരുന്നില്ല, കക്ഷികൾ വരുന്നില്ല, രോഗികൾ വരുന്നില്ല, ഇനി അടുത്ത് വരണം, എന്തെങ്കിലും ഇവർക്ക് ചാർത്തി കൊടുക്കണം. പക്ഷെ എവിടെ തീരുന്നു ആയുർവേദം? ഗ്രന്ഥത്തിൽ അനന്തമായി കിടക്കുക, റിസർച്ച് നടന്നുകൊണ്ടിരിക്കണ്ടേ? ഒന്നാമത് ആയുർവേദത്തിലാണെങ്കിലും ഈ മനുഷ്യ ശരീരത്തിന് മാറ്റം അനുസരിച്ചുള്ള ഗവേഷണങ്ങൾ നടക്കുന്നില്ല. ഇപ്പൊ പനിക്ക് വിട്ടുമാറൻ ഗുളികയും ഇന്ദുകാന്തം കഷായക്ക് അവസാന വാക്കായിട്ട് ടൈഫോയിഡ് ഒക്കെ സന്നിപാത ജ്വരം ഒക്കെ വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് അത് എളുപ്പം മാറും. ഇപ്പൊ അത് ഒക്കുന്നില്ല. അപ്പൊ അതിന് ശരീരഘടനയിലെ മാറ്റം, ആധുനിക മാലിന്യങ്ങൾ, രാസമാലിന്യങ്ങൾ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതിന്റെ മാറ്റം, ജീവിത ശൈലിയിൽ വന്നിരിക്കുന്ന വ്യതിയാനം, കാഴ്ചപ്പാടുകളിലെ വ്യതിയാനം, അപ്പൊ മനസ്സിനും ശരീരത്തിനും വന്നിരിക്കുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഈ മരുന്നുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ക്വാളിറ്റി കുറവ് അതൊരു പരിധി വരെ അല്ല, അതിനനുസരിച്ച് നമ്മൾ ഈ ശരീരത്തിന് മാറ്റവും പറയണമല്ലോ. ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങളെ കുറിച്ച് ആര് ഗവേഷണം നടത്തുന്നു? ഗവേഷണമില്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ ഞാനത് തന്നെ ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഗന്ധരാജൻ പൂവ് വലിയതായിരുന്നു, ഇപ്പൊ ചെറുതായി, വളരെ ചെറിയതായി. ഈ നാടൻ പൂച്ചയുടെ വലിപ്പം കുറഞ്ഞു തുടങ്ങി. പിന്നെ ആടലോടകത്തിന്റെ കയ്പ് കുറഞ്ഞു. ഇപ്പൊ മറ്റേ ആടലോടകം ചോദിച്ചാൽ പിന്നെ നാക്കൊന്നിനും കണ്ടിട്ട് വർഷങ്ങൾ കുറയായി. പിന്നെ ഈ കുടുക്കമൂലി ആരെങ്കിലും ദൂരെ നിന്ന് ഞെടിയാൽ തന്നെ മണം വരും, അത് കുറഞ്ഞു. ഈ ഉപ്പന്റെ ചിറകിന് നിറം കുറഞ്ഞു, അതിന്റെ ആ ഭംഗി കുറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരുപാട് റിട്രോഗ്രസീവ് എവല്യൂഷൻ നടക്കുക. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഒരു ജിയോളജിസ്റ്റോ ആരോ ജിയോഗ്രഫിസ്റ്റോ മറ്റോ ഞാൻ വിളിച്ച ജിയോഗ്രഫിയിൽ എന്തോ ചെയ്യുന്ന ഒരാളാണ്, എന്താണ് ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, 3 വർഷമായിട്ടൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ. ഈ 2023, 27, 25 ഈ വേനൽക്കാലത്ത് രാത്രിയിൽ ഈ വൃക്ഷങ്ങൾ ചലിക്കുന്നില്ല, കാറ്റില്ല, നിശ്ചലം. അത് ആരെങ്കിലും ഗവേഷണം നടത്തണ്ടേ? ആരും ഗവേഷണം നടത്തില്ല. കാറ്റില്ലാതെ എങ്ങനെയാണ് വൃക്ഷങ്ങൾ ചലിക്കുന്നത്? കാറ്റില്ല, അനക്കാറ്റില്ല, ചലിക്കുന്നില്ല. അതാ പറഞ്ഞ കാറ്റില്ല, അനങ്ങുന്നില്ല. അപ്പൊ ആരലെങ്കിലും അനങ്ങിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഏറ്റവും ചെറിയ കാറ്റിലും അനങ്ങുന്ന ഒരു സംഭവമാണ് ഒരു ആലലയ്ക്ക്. ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഇലകൾ പോലും ശക്തമായി ചലിക്കുന്നില്ല. അപ്പോൾ വായുവിന്റെ പ്രവാഹം കുറയുന്നു ഈ വേനലിൽ. 2023, 24, 25 ഇത് എന്തിന്റെയെങ്കിലും മാരകമായ സൂചനയാണോ? എന്തൊക്കെ ചിന്തിക്കണ്ടേ? ആരും ഗവേഷണം നടത്തുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഈ മയില് മറ്റു നാടുകളിലേക്ക് ഇറങ്ങി വരുന്നെന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ നാടുകളിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നാട്ടിൽ പോയപ്പോ അമ്മ പറഞ്ഞു, കഴിഞ്ഞ ദിവസം കഥ തുറന്നിട്ട് മയിൽ പെരക്കകത്ത് കയറി. അതേ പറഞ്ഞു, അങ്ങനെ വരുന്നു. അപ്പൊ ഇതൊക്കെ തീവ്രമായി ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് ഇതൊക്കെ ഒരു ജ്യോത്സ്യന്റെ ചിന്താ വിഷയമായിരിക്കണം. അത്രയും നമ്മൾ പണ്ടുള്ളവർ പറയുന്ന ഒരു വാക്ക്, കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കണം. ഈ ഉറങ്ങാതിരിക്കാനാണ് പണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത്, ഈ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ. ആ ജാഗ്രതയിൽ പോകണം. അവിടെ നമ്മൾ കുറച്ച് പഠിച്ചു, അതിനെ സ്ഥാപിച്ചു പറഞ്ഞു, വാഗ്ദാടി കൊണ്ട് നമ്മൾ പറഞ്ഞത് ശോഭിച്ചു. പക്ഷെ ആ ശോഭനീയത ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കാൻ ജ്യോത്സ്യൻ എന്ന് പറയുന്നത് വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാനും അല്ലെങ്കിൽ സഞ്ചയനത്തിന് മുഹൂർത്തം കുറിക്കാനും ഒരാളായി മാത്രമേ അല്ല. അങ്ങനെ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ഭൂരിഭാഗം പേരെ അങ്ങനെയാണ് സംഭവം കാണുന്നത്. ആ ഒരു ലെവലിലേക്ക് നമ്മളും ഇറങ്ങി ചെല്ലുകയാണ്. എന്നാൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട് താൻ. അതുപോട്ടെ ഈ ഒരിക്കൽ ജ്യോത്സ്യന്മാരുടെ ചില കൂട്ടായ്മകളിലൊക്കെ എത്തിപ്പെട്ടപ്പം ഞാൻ ഇത്രയും വർഷമായിട്ട് എന്നെ കണ്ടാലൊന്നും ഞാൻ ഇത്രയും വർഷമായിട്ട് തുടങ്ങിയിരിക്കും, ഞാൻ അങ്ങനെയുള്ള ഒരു കട്ടൗട്ട് സെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്നപ്പോഴ് ഇപ്പൊ പിന്നെയും തോന്നും, അന്നൊട്ടും തോന്നിയില്ല. അപ്പൊ അവിടെ ഇരിക്കുന്ന പേരെഴുതാനിരിക്കുന്ന ഒരാള് സഞ്ജയൻ, മംഗലം സഞ്ജയൻ എന്ന് പറഞ്ഞിട്ട്, മംഗലം സഞ്ജയൻ എന്നാ അന്നേ എന്റെ പേര്. മംഗലം സഞ്ജയനത്തിൽ സഞ്ജയൻ എഴുതാൻ അറിയില്ല, ഞാൻ എഴുതി ചന്ദ്രക്കലയിട്ട് ജാ എഴുതണമെന്നുള്ള അറിയില്ല, ഇഞ്ച എഴുതി വെച്ച് സഞ്ജയനത്തിന്റെ. അത് 2-3 സ്ഥലത്ത് ഞാൻ പോയപ്പോ കണ്ടു. ഞാൻ ചോദിച്ചു, ശരിക്കും ജ്യോത്സ്യനാണോ? അതെ, ജ്യോത്സ്യനാണ്. എത്ര നാളായിട്ട് എന്ന് വെച്ചാൽ ഭാഷാ പാണ്ഡിത്യം പോലും ജ്യോതിഷത്തിന് വേണ്ട എന്നൊരു ലെവലിലേക്ക് മാറി. അപ്പൊ വേണമെങ്കിൽ ഇവരെന്നെ കണ്ട് ചോദിക്കാം, പിന്നെ പ്രഡിക്ഷൻ പോരെ എന്നൊക്കെ ചോദിക്കാം. ഓരോന്നിനും അവര് പറഞ്ഞ് രക്ഷപ്പെടാൻ ഓരോ ഉപാധി എടുക്കാം. പക്ഷേ അടിസ്ഥാനപരമായി ഒരു ജ്യോത്സ്യന് പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഭാഷാ സൂക്ഷ്മം. അറിവിന്റെ കൂമ്പാരങ്ങളായിരിക്കണം, അല്ലെങ്കിൽ അറിവിന്റെ നിറകുടങ്ങളായിരിക്കണം. നിറകുടം എന്ന് പറയുന്നത് തീരുന്നില്ലല്ലോ, കുടം ഒരിക്കലും നിറയാൻ പോകുന്നില്ല. നമ്മൾ വീണ്ടും 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 സൂക്ഷ്മതയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അത് ആരുടെ മുന്നിലും ശോഭിക്കാനാണെന്നൊരു ബോധം വരുത്തരുത്. അവിടെ വെച്ച് നമ്മൾ നിർത്തിപ്പോവും. ശോഭിക്കാനേ അല്ല, അറിഞ്ഞുകൊണ്ടേയിരിക്കുക. എനിക്ക് എൻ്റെ ഒരു അനുഭവ സമ്പത്ത് നോക്കുമ്പോൾ ധ്യാനമാണ് അവിടെ ഒരു മുഖ്യ ഘടകമായിട്ട് വരുന്നത്. ധ്യാനം ഇരിക്കുമ്പോൾ മനസ്സ് ഫ്രഷാണ്,
വീണ്ടും വീണ്ടും അറിയുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ ഇലയൊക്കെ കാണുന്നതും ഞാൻ ഈ മുമ്പേ പറഞ്ഞ റിട്രോഗ്രസീവ് എവല്യൂഷൻ മെഡിറ്റേഷനും ധ്യാനവും ചെയ്യാറുണ്ടോ? 5 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യും.